സാർ ആ സാബ വന്നിട്ടുണ്ട് സാറിനെ കാണാൻ. വെയിറ്റ് ചെയ്യാൻ പറ, ഇത് കഴിഞ്ഞിട്ടാണ്. കൃഷ്ണേട്ടാ ഒന്നാകത്തേ. സാർ വിളിക്കുന്നുണ്ട്. നിങ്ങൾ തന്ന മൊഴി അനുസരിച്ച് 125 പവൻ സ്വർണവും 50 ലക്ഷം രൂപയുമാണ് നിങ്ങളുടെ ഫിനാൻസിൽ നിന്ന് മോഷണം പോയത് അല്ലേ? അതെ സർ. തനിക്ക് ഉറപ്പല്ലേ? അവിടെ ഉറപ്പാ? തൻ്റെ ആര് ചോദിച്ചു? അതെ സർ. ഇത് നിങ്ങളുടെ ഫിനാൻസിൽ നിന്ന് മോഷണം പോയ സേഫിന്റെ ഡെമോ. ഇത് 50 ലക്ഷം രൂപയുടെ ഡമ്മി നോട്ട്സ്. നിങ്ങളുടെ മൊഴി പ്രകാരം 500-ന്റെയും 100-ന്റെയും നോട്ടുകളാണ് മോഷണം പോയത്. അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. 125 പവൻ സ്വർണം നിങ്ങൾ എങ്ങനെയാണോ പാക്ക് ചെയ്യാറ് അതേപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ 125 പവൻ സ്വർണവും 50 ലക്ഷം രൂപയും ഈ സേഫിലേക്ക് വെക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആ പിന്നെ വെച്ച് ശീലം ഉണ്ടല്ലോ, അതാ നിങ്ങൾ വിളിപ്പിച്ചത്. ആ മോഷണം പോയ സേഫിൽ നിങ്ങൾ എങ്ങനെയാണോ വെച്ചത് അതുപോലെ ഒന്ന് വെച്ചുതരാവോ? അഭ്യാസം ഇറക്കണം. നീ കറക്റ്റ് കണക്ക് പറയണം. സാർ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ പോട്ടേന്ന് നോക്കും, അല്ലാണ്ട് കേസിന്റെ രീതി തന്നെ മാറും. നിന്റെ നാരെ കളി കളിച്ച് ഞങ്ങളെയൊക്കെ ഉണ്ണാക്കന്മാരാക്കാൻ കയറിയല്ല. നീ ഇവനും ചേർന്നുണ്ടാക്കിയ പ്ലാനല്ലേ റോബറി? സാറെ സഹായിക്കണം. സത്യം എന്താണെന്ന് ചോദിച്ചാൽ 125 പവനും 50 ലക്ഷം രൂപയും മോഷണം പോയി എന്നുള്ളത് ഞങ്ങൾ കള്ളം പറഞ്ഞതാ. ശരിക്കും 80 പവനും 10 ലക്ഷം രൂപയും മോഷണം പോയത് തന്നെ സാറേ. ഈ മോഷണത്തുക തിരിച്ചു കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത് ഞങ്ങൾ ഇൻഷുറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കയറ്റി പറഞ്ഞാ സാർ. കൃഷ്ണേട്ടാ സർ, ഇവരുടെ മൊഴി മാറ്റി റെക്കോർഡ് ചെയ്യണം സർ. പിന്നെ തെറ്റായ ഇൻഫർമേഷൻ തന്ന് കേസ് വഴി തിരിച്ചു വിടാൻ നോക്കിയതിന് ഏതാ സെക്ഷൻ? 182 ചാർജ് ചെയ്തേക്ക് സർ.